നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി അധോലോകത്തെക്കുറിച്ച് ന്യൂസ് 18 കേരളം പുറത്തുവിട്ട ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നിഷേധിക്കാൻ കഴിയാതെ പോലീസ് പരക്കം പായുകയാണ്. അതിനിടെയാണ് കൊച്ചി അധോലോകത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയ ഔറംഗസേബിനെ ചോദ്യം ചെയ്യുവാനായിട്ട് പോലീസ് വിളിപ്പിച്ചിരിക്കുന്നത്. പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ തലവൻ ഇത്രയും നാൾ വിലസിയിട്ടും എന്തുകൊണ്ട് പോലീസ് അറിഞ്ഞില്ല? ഈ ചോദ്യമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. പകൽ വാർത്തയിൽ ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കൊച്ചി അധോലോകത്തെ തുറന്നുകാട്ടിയ ന്യൂസ് 18 വാർത്തയെ തുടർന്ന് പരക്കം പാഞ്ഞ് പോലീസ്. ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തിയ ഔറംഗസേബിനെ വിളിപ്പിച്ചു. അന്വേഷിക്കുന്നത് ഭീകരവിരുദ്ധ സ്ക്വാഡ്. ന്യൂസ് 18 കേരളം ബിഗ് ഇമ്പാക്ട്. രാഹുലിനെതിരെ കെ സുരേന്ദ്രൻ കൂടി രംഗത്തിറങ്ങിയതോടെ കളം നിറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തും. മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനം 30-ന് തുടങ്ങും. ഏപ്രിൽ 1-ന് രാഹുൽ വയനാട്ടിൽ. ചേട്ടാ, ഇതെല്ലാം ഏജൻസിമാർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അവർക്കറിയാം യുദ്ധമുണ്ടെന്ന് അവർക്കറിയാം. പറ്റിക്കപ്പെട്ടതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. എനിക്ക് ഏകദേശം പരുക്ക് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കേൾവി കുറവ്, വെടിയേറ്റതിന് ശേഷം എനിക്ക് കേൾവി കുറവ് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിപ്പാണെങ്കിൽ ഒരു രൂപ ഇല്ല. ജോലി തട്ടിപ്പിൽ കുടുങ്ങി റഷ്യയിൽ യുദ്ധം ചെയ്യേണ്ടി വന്ന പ്രിൻസിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ. 1 രൂപ പോലും കയ്യിലില്ലാതെ വിഷമിക്കുകയാണെന്ന് യുദ്ധത്തിൽ പരുക്കേറ്റ പ്രിൻസ്. യുദ്ധമുഖത്തുള്ളവരെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമെന്നും അപേക്ഷ. കാസർഗോഡ് ഒരു കുടുംബത്തെ CPM ഊരുവിലക്കിയതിൽ വിശദീകരണവുമായി ജില്ലാ സെക്രട്ടറി. പറമ്പിലെ തേങ്ങയിടുന്നതിന് നീലേശ്വരം പാലായിലെ രാധയുടെ കുടുംബത്തെ വിലക്കിയിട്ടില്ലെന്ന് CPM. പുറത്തുനിന്ന് തൊഴിലാളികളെ കൊണ്ടുവന്നതാണ് തർക്കമെന്ന് വിശദീകരണം. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം CBI ഏറ്റെടുക്കാനിരിക്കെ വൻ അട്ടിമറി. 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ VC പിൻവലിച്ചു. പ്രധാന പ്രതികളല്ലെന്ന് VCയുടെ വിശദീകരണം. ഗവർണറെ സമീപിക്കുമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ്. കൊച്ചി അധോലോകത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ്. ന്യൂസ് 18 കേരളത്തിലൂടെ ഔറംഗസേബ് അധോലോകത്തിന്റെ വളരെയധികം വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ തലവനെക്കുറിച്ചുള്ള വിവരങ്ങളും ഉണ്ടായിരുന്നു. ഇത്രയും നാൾ പെരുമ്പാവൂർ അനസിനെ പോലീസ് കണ്ടെത്തിയിരുന്നില്ല. അതുമാത്രമല്ല, പോലീസിന്റെ മൂക്കിന് താഴെയാണ് പെരുമ്പാവൂർ അനസ് വിലസിയിരുന്നത്. പെരുമ്പാവൂർ അനസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടാനും കൊട്ടേഷൻ സംഘങ്ങളെക്കുള്ള വിവരങ്ങൾ അറിയാനും വേണ്ടിയാണ് ഇപ്പോൾ ഔറംഗസേബിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഭീകരവിരുദ്ധ സ്ക്വാഡ് വിളിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ടോം കുര്യാക്കോസ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ടോം, ഇത്രയും നാൾ എന്തുകൊണ്ട് പോലീസ് പെരുമ്പാവൂർ അനസിനെ നോട്ടമിട്ടിരുന്നില്ല എന്ന ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ന്യൂസ് 18 കേരളം ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവിട്ടതിന് ശേഷം ഇപ്പോൾ എന്താണ് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷിക്കാൻ പോകുന്നത്? മഞ്ജുഷ്, കൊച്ചിയിലെ അധോലോകത്തെ കുറിച്ചും പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ തലവനെ കുറിച്ചും ന്യൂസ് 18നോട് ഗുണ്ടാ നേതാവായ ഔറംഗസേബാണ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ നടത്തിയത്. അതായത് ഈ കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക, അതോടൊപ്പം കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, മറ്റു സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണക്കടത്ത്, മറ്റ് കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഔറംഗസേബ് തുറന്നു പറഞ്ഞിരുന്നു. മാത്രമല്ല, വ്യാജ പാസ്പോർട്ടിൽ പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ തലവൻ വിദേശത്തേക്ക് കടത്തിന്റെ രേഖകളടക്കം ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഈ പെരുമ്പാവൂർ അനസ് നിലവിൽ വിദേശ രാജ്യത്ത്, അതായത് ഗൾഫിലും ഒരു പുതിയ ബിസിനസ് സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ശ്വേത മേനോനും അതോടൊപ്പം സ്വാസിക, മാളവിക മേനോൻ, വിനയ് ഫോർട്ട്, ഷിയാസ് കരീം ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളും ഈ പെരുമ്പാവൂർ അനസിനൊപ്പം ഈ ഉദ്ഘാടന ചടങ്ങിൽ, അവിടുത്തെ പുതിയ ബിസിനസ് സംരംഭത്തിന് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. പെരുമ്പാവൂർ അനസിന്റെ കൂടി പങ്കാളിത്തമുള്ള ഒരു പുതിയ ബിസിനസ് സംരംഭത്തിന് ഉദ്ഘാടന ചടങ്ങായിരുന്നു അത്. അതിന് പിന്നാലെയാണ് ഈ പെരുമ്പാവൂർ അനസ് വിദേശത്തെത്തിയത്. ഗൾഫ് രാജ്യത്ത് വ്യാജ പാസ്പോർട്ടിലാണ് എത്തുക സംബന്ധിച്ചുള്ള വിവരങ്ങളും ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. അതായത് കർണാടകയിൽ നിന്നും
വ്യാജരേഖകൾ ചമച്ച് വ്യാജ ജനന സർട്ടിഫിക്കറ്റ്, വ്യാജ ആധാർ കാർഡ് ഉൾപ്പെടെ കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു പെരുമ്പാവൂർ അനസ് പാസ്പോർട്ടിനായി അപേക്ഷിച്ചത്. ആ പാസ്പോർട്ടിലാണ് പെരുമ്പാവൂർ അനസ് വിദേശ രാജ്യത്തേക്ക് ടോം, പക്ഷേ ഇക്കാര്യത്തിൽ ഔറംഗസേബ് തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ, ഔറംഗസേബിനെതിരെയൊക്കെ ഒരുപാട് കേസുകൾ ഉള്ളതാണ്, പക്ഷെ പെരുമ്പാവൂർ അനസിനെതിരെ അങ്ങനെ വലിയ കേസുകൾ ഇല്ല, ഏതാണ്ട് 2-3 കേസുകൾ മാത്രമാണ് അനസിനെതിരെ ഉണ്ടായിരുന്നത് എന്നാണല്ലോ. അപ്പോൾ പോലീസിന് അനസിനെ ഏത് കേസിൽ അന്വേഷിക്കാൻ കഴിയും? അനസിനെ ഗൾഫിൽ നിന്ന് തിരികെ കൊണ്ടുവരാനാണെങ്കിൽ കൊണ്ടുവരാൻ കഴിയും. ഇങ്ങനെ പോലീസിന്റെ കയ്യിൽ കൃത്യമായിട്ട് അനസിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള കേസുകളുണ്ടോ? തീർച്ചയായും. കാരണം ഈ ഔറംഗസേബ് 1ാം പ്രതിയായിട്ടുള്ള ഉണ്ണിക്കുട്ടൻ കൊലക്കേസിലെ കൂട്ടുപ്രതിയാണ് പെരുമ്പാവൂർ അനസ്. അതോടൊപ്പം പെരുമ്പാവൂർ അനസിനെതിരെ മറ്റ് ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ ഏതാനും കേസുകളുണ്ട്. ഇക്കാര്യവും പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പക്ഷെ അതിന് പിന്നാലെയാണ് ഈ കേസുകളെല്ലാം വർദ്ധിച്ചൊരു പശ്ചാത്തലമുണ്ട്. ഒപ്പം തന്നെ ട്രേഡിംഗ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളിൽ നിന്നും കോടികൾ തട്ടിയെടുത്താണ് പെരുമ്പാവൂർ അനസ് മുങ്ങിയത് എന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി ഔറംഗസേബ്, അതായത് ഔറംഗസേബ് വർഷങ്ങളോളം 8 വർഷത്തോളം പെരുമ്പാവൂർ അനസിന്റെ വലങ്കൈയായി നടന്ന ഒരു ഗുണ്ടാ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിനെ ഏറെ ഗൗരവത്തോടു കൂടി തന്നെയാണ് നമ്മുടെ അന്വേഷണ സംഘം കാണുന്നത്. പക്ഷേ ടോം, പോലീസിന് ഇക്കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കുവാൻ കഴിയുമോ? അനസിന്റെ ചിത്രങ്ങൾ വെളിയിൽ വന്നതാണ്, അനസ് തന്നെ സോഷ്യൽ മീഡിയയിൽ സ്വന്തം ചിത്രങ്ങൾ, വീഡിയോകൾ പ്രചരിപ്പിച്ചതാണ്, അതിൽ ഗുണ്ടാ സംഘങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും പോലീസ് മിണ്ടാതെ ഇരിക്കുകയായിരുന്നുവല്ലോ. അപ്പോൾ ന്യൂസ് 18 കേരളത്തിലൂടെ ഇപ്പോൾ ഇങ്ങനെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പേരിനൊരു നടപടി എന്ന രീതിയിൽ ഔറംഗസേബിനെ വിളിക്കുന്നതാണോ? അങ്ങനെയെങ്കിൽ പോലീസിന്റെ ആത്മാർത്ഥത സംശയിക്കേണ്ടി വരുമല്ലോ. ഒരുപക്ഷെ അങ്ങനെ തന്നെ കാണണം മഞ്ജുഷ്. കാരണം ഇത് പോലീസിന്റെ, നമ്മുടെ അന്വേഷണ ഏജൻസിയുടെ അടക്കം വീഴ്ചയാണ് പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ തലവൻ നാടുവിടാനുള്ള കാരണം നിരവധി ക്രിമിനൽ കേസുകൾ, കൊലപാതകമടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള പെരുമ്പാവൂർ അനസ് ഇവിടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നു, ഇവിടെ ഒരു സമാന്തര സംവിധാനം സൃഷ്ടിക്കുന്നു. അങ്ങനെ ഒരു വലിയൊരു ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത പെരുമ്പാവൂർ അനസ് ഇവിടെ നിന്നും നാട് വിട്ടത് നമ്മുടെ അന്വേഷണ ഏജൻസികൾ പോലും അറിഞ്ഞില്ല. നമ്മൾ ന്യൂസ് 18 ചാനൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ദൃശ്യങ്ങൾ, രേഖകളടക്കം പുറത്തുവിട്ടതോടെയാണ് ഇത് പോലീസിനെ സംബന്ധിച്ച് പോലീസിനും ഈ വിഷയത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നിർബന്ധിതരാകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ എന്തുകൊണ്ട് ഇത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ്, നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ച പോലെ ATS ഇതിന്റെ അന്വേഷണം ഏറ്റെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നിലവിൽ ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ കൊച്ചിയിലെ ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. നാളെ കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ന്യൂസ് 18 ആ അഭിമുഖം നൽകിയ ശേഷം ഔറംഗസേബ് ഇപ്പോൾ നിലവിൽ എവിടെയുണ്ട് എന്ന ഒരു വ്യക്തമായ സൂചനയില്ല, വ്യക്തമായ വിവരങ്ങളില്ല. കാരണം നമുക്ക് രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ഔറംഗസേബ് ആ അഭിമുഖം തന്നത്. ആ അഭിമുഖത്തിലാണ് പല കൊച്ചിയിലെ അധോലോക കേന്ദ്രത്തെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തിയത്. കാരണം അതിൽ തന്നെ ഔറംഗസേബ് പറയുന്നുണ്ടല്ലോ, താൻ ഏത് സമയവും കൊല്ലപ്പെടാൻ സാധ്യതയുള്ള ഒരാളാണ്. ഇപ്പോൾ ഈ അഭിമുഖം നൽകിയതിനെ തുടർന്ന് ഉറപ്പായിട്ടും അത്തരം ഭീഷണികൾ ഉണ്ടാകുമല്ലോ. തീർച്ചയായും മഞ്ജുഷ്, കാരണം അത്തരം ഭീഷണികളുണ്ട്. ഔറംഗസേബിന് മാത്രമല്ല, ഈ വാർത്ത ചെയ്തതിന് പിന്നാലെ ന്യൂസ് 18 മേൽ പോലും അത്തരം ഭീഷണികൾ, നമ്മുടെ പല മാധ്യമ പ്രവർത്തകർക്കെതിരെ പോലും ഭീഷണി കൊണ്ട് വിദേശ രാജ്യത്തു നിന്നും പല ഫോൺ കോളുകൾ വരുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഔറംഗസേബ് സൂചിപ്പിച്ചതനുസരിച്ച് ആ രീതിയിൽ ഏത് രീതിയിലും എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കൊച്ചിയിൽ വരും ദിവസങ്ങളിൽ ഗുണ്ടാ കുടിപ്പക, ഒരു ഗുണ്ടകൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന് പോലും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഔറംഗസേബ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്റലിജൻസും ഈ വിഷയത്തില് കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ 300ഓളം ഗുണ്ടകൾ ജാമ്യത്തിലിറങ്ങി വിവിധ സ്ഥലങ്ങളില് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന സൂചന കൂടി കൊച്ചി സിറ്റി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഓരോ ഗുണ്ടകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുകയാണ്, കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ATS-ഉം തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക്, അതായത് പെരുമ്പാവൂർ അനസിന്റെ ഉൾപ്പെടെയുള്ള ഗുണ്ടാ തലവന്മാരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഒരു കാര്യം കൂടി ടോം, പല സിനിമാക്കാർക്കും ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഔറംഗസേബ് പറഞ്ഞതാണ്, അതിന്റെ വീഡിയോകളുണ്ട്. പക്ഷേ അവരൊക്കെ പറയുന്നത് ഈ പെരുമ്പാവൂർ അനസിന്റെ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണല്ലോ. ഈ ഇൻസ്റ്റഗ്രാമിലുമൊക്കെ അനസ് പ്രസിദ്ധനായതുകൊണ്ട് ഉദ്ഘാടനങ്ങൾക്ക് ക്ഷണിക്കുന്നു, അതിൽ പോകുന്നു, എങ്ങനെയൊക്കെയാണല്ലോ വിശദീകരണങ്ങൾ വരുന്നത്. ഇവരെ കൂടി ATS ചോദ്യം ചെയ്യുവാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ചെയ്യേണ്ടതുമല്ലേ?
തീർച്ചയായും. കാരണം ആ രീതിയിൽ നമുക്ക് ആദ്യം തന്നെ ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് സിനിമാ താരം ഷിയാസ് കരീമും പെരുമ്പാവൂർ അനസും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഷിയാസ് കരീമുമായി വർഷങ്ങളുടെ ബന്ധമുണ്ട് എന്നാണ് ഔറംഗസേബ് വെളിപ്പെടുത്തിയത്. പെരുമ്പാവൂർ അനസുമായി ബന്ധമുണ്ടെന്നാണ് ഔറംഗസേബ് വെളിപ്പെടുത്തിയത്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ഇന്നലെ ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തില് ഷിയാസ് കരീം ഈ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. പെരുമ്പാവൂർ അനസുമായി വർഷങ്ങളുടെ ബന്ധമുണ്ട്, പക്ഷേ ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് എന്ന് തനിക്ക് അറിയില്ല എന്നാണ് ഷിയാസ് കരീം പറയുന്നത്. അതിൽ പോലും സംശയിക്കണം. കാരണം പെരുമ്പാവൂർ അനസിനെ പോലെ ഒരു ഗുണ്ടാത്തലവരെ ഒരു പരിധിവരെ, അതായത് ഷിയാസ് കരീം പെരുമ്പാവൂർ സ്വദേശിയാണ്. സ്വാഭാവികമായും പെരുമ്പാവൂർക്കാർക്ക് എല്ലാവർക്കും അറിയാം പെരുമ്പാവൂർ അനസിന്റെ പശ്ചാത്തലം. ഷിയാസ് കരീം പറഞ്ഞ കാര്യം ശുദ്ധ കള്ളമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ വിഷയത്തില് ഈ ഒരു അഭിമുഖത്തില് ഷിയാസ് കരീം പറയുന്നു തനിക്ക് തന്നെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിന് ക്ഷണിച്ചിരുന്നു, അത് പെരുമ്പാവൂർ അനസ് എന്ന തന്റെ സ്ഥാപനമാണ് എന്ന് തുറന്നു തന്നെ പറയുകയാണ് ഷിയാസ് കരീം. സ്വാഭാവികമായും ഉദ്ഘാടന ചടങ്ങ് വിളിക്കുമ്പോൾ ഞങ്ങൾ പോകാറുണ്ട് എന്നാണ് ഷിയാസ് കരീം പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തില് അറിയാവുന്ന തനിക്ക് പരിചയമുള്ള വ്യക്തിയായതുകൊണ്ട് ഈ ഒരു പെരുമ്പാവൂർ അനസിന്റെ ദുബായിലെ ബിസിനസ് സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിൽ പോയി മറ്റ് സിനിമാ ഇതിൽ പങ്കെടുത്തതെന്നാണ് പറയുന്നത്. കൂടുതൽ സിനിമാ താരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പ് ശ്വേതാ മേനോന്റെ ഒരു അടുപ്പമുള്ള വ്യക്തി എന്നെ ബന്ധപ്പെട്ടിരുന്നു. അവര് പറയുന്നത് തങ്ങൾക്ക് അറിയില്ല, അത് ശ്വേതാ മേനോൻ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ ശ്വേതാ മേനോനോട് അടുപ്പമുള്ള ഒരു വ്യക്തി പറയുന്നത് ഇത്തരം ഒരു അറിവ് ഞങ്ങൾക്ക് ഈ പെരുമ്പാവൂർ അനസിന്റെ പശ്ചാത്തലം അറിയില്ലായിരുന്നു. ഒരു ഉദ്ഘാടന ചടങ്ങിന് വിളിച്ചപ്പോൾ, ഒരു പുതിയ സംരംഭമായതുകൊണ്ട് തന്നെ ഒരു ഉദ്ഘാടന ചടങ്ങിന് വിളിച്ചപ്പോൾ പോയത് മാത്രമാണ്. മറ്റ് തരത്തിലുള്ള സിനിമാ താരങ്ങൾ ചിലപ്പോൾ അത് നേരായിരിക്കാം. ഈ സിനിമാ താരങ്ങൾക്ക് ഇയാളുടെ പശ്ചാത്തലം അറിയില്ലായിരിക്കാം. ഒരു ബിസിനസ് സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിന് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മറ്റ് ഔറംഗസേബ് പറയുന്നതനുസരിച്ച് സിനിമാ മേഖലയും ഗുണ്ടാ സംഘങ്ങളും തമ്മിലുള്ള ബന്ധം പരിശോധിക്കേണ്ടത് തന്നെയാണ്. ശരി ടോം. എന്തായാലും ടോം ഔറംഗസേബുമായിട്ട് ആ അഭിമുഖം നടത്തിയതിനു ശേഷം പോലീസ് ഇപ്പോൾ ഉണർന്നിട്ടുണ്ട്. പോലീസിന് ഇക്കാര്യങ്ങൾ അറിയാത്തതല്ല, പക്ഷേ ഇപ്പോൾ ATS ഔറംഗസേബിനെ ചോദ്യം ചെയ്യുവാനായി വിളിപ്പിച്ചിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾ ഔറംഗസേബിൽ നിന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഗുണ്ടാ സംഘങ്ങളും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ചാണ് അന്വേഷിക്കുക. അതിൽ ഗുണ്ടാ തലവനായ പെരുമ്പാവൂർ അനസിന്റെ വിവരങ്ങളാണ് ATS പ്രധാനമായും തേടാൻ പോകുന്നത്. ന്യൂസ് 18 കേരളത്തിന്റെ ഒരു ബിഗ് ഇമ്പാക്ട് സ്റ്റോറിയാണ് ഇത്. പകൽ വാർത്ത മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. അത് തിരുവനന്തപുരം 5 തെങ്ങിൽ നിന്ന് റഷ്യയിൽ പോയി അവിടെ യുദ്ധം ചെയ്യേണ്ടി വന്ന ഒരു സംഘം യുവാക്കളെ കുറിച്ചുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് 18 കേരളം പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴിൽ തട്ടിപ്പിന് വിധേയരായാണ് ഈ യുവാക്കൾ റഷ്യയിലെത്തിയത്. റഷ്യയിൽ നിന്ന് റഷ്യൻ ആർമിയിലേക്ക് ഇവർ റിക്രൂട്ട് ചെയ്യപ്പെടുകയായിരുന്നു. ഇതിന്റെ ഒരുപാട് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. 5 തെങ്ങ് എന്നുള്ള മേഖലയിൽ, തിരുവനന്തപുരം ജില്ലയിലെ 5 തെങ്ങിൽ നിന്നാണ് ഇങ്ങനെ ഒരു റിക്രൂട്ടിംഗ് നടന്നത്. പക്ഷേ 5 തെങ്ങിൽ നിന്ന് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള റിക്രൂട്ടിംഗ് റഷ്യയിലേക്ക് നടന്നിരുന്നു. അത് യുദ്ധമേഖലയിലേക്കായിരുന്നു. മറ്റ് തൊഴിലുകൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് റഷ്യയിലേക്ക് ഇവരെ കൊണ്ടുപോയത്. അവിടെ നിന്ന് കരാറിൽ ഒപ്പിടിച്ച് യുദ്ധമുഖത്തേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. പലർക്കും പരിക്കേറ്റു. ഇപ്പോഴും പരിക്കേറ്റ് അവിടെ ചികിത്സ പോലും കിട്ടാതെ വിഷമിക്കുകയാണ് ചില യുവാക്കൾ. അവരുടെ ശബ്ദ സന്ദേശങ്ങളും കിട്ടിയിട്ടുണ്ട്. ഉക്രൈൻ അതിർത്തിയിൽ കുടുങ്ങിയ തിരുവനന്തപുരം സ്വദേശി പ്രിൻസിന്റെ കൂടുതൽ ശബ്ദ സന്ദേശം ന്യൂസ് 18 കേരളം ഇപ്പോൾ പുറത്തുവിടുകയാണ്. ഇന്ത്യൻ എംബസിയുടെ കാര്യക്ഷമതയില്ലായ്മയെക്കുറിച്ച് പോലും ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. പരുക്കേറ്റിട്ടുണ്ട് പ്രിൻസിന്. യുദ്ധം ചെയ്തതുവഴി അവിടെ വെടിയേറ്റിരുന്നു. കേൾവിശക്തി കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, തിരികെ പോരാനായിട്ട് ഒരു രക്ഷയുമില്ല, ഒരു പൈസ പോലും കയ്യിലില്ല എന്നും പ്രിൻസ് പറയുന്നുണ്ട്. മാത്രമല്ല, പ്രിൻസ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും യുദ്ധമുഖത്തുള്ള മലയാളികളായ ആളുകളുണ്ട്. അവരെ രക്ഷിച്ചില്ലെങ്കിൽ, എംബസി ഇടപെട്ട് രക്ഷിച്ചില്ലെങ്കിൽ അവർ കൊല്ലപ്പെടുവാൻ പോലും സാധ്യതയുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രിൻസ് പറയുന്നത്. ആദ്യം പ്രിൻസിന്റെ ശബ്ദ സന്ദേശത്തിലേക്ക്, ഒപ്പം ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്കും. ചേട്ടാ, ഇതെല്ലാം ഏജൻസിമാർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അവർക്കറിയാം യുദ്ധമുണ്ടെന്ന് അവർക്കറിയാം. ഈ റഷ്യയിലെ ഏജന്റ് എന്ന് വെച്ചാൽ അങ്ങേര് 30 വർഷമായിട്ട് ഇവിടെ തന്നെ, വളരെ മലയാളിയാണ്. ഇവർക്ക് അറിയാം. അതുപോലെ നേപ്പാളീസിനെയും ഇന്ത്യൻസിനെയും വേറെ കുറേ വിടുന്ന ആൾക്കാരാണ്. അങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് കേട്ടോ, എല്ലാം അറിഞ്ഞുകൊണ്ട്. അല്ല അവർക്കും പറ്റിക്കപ്പെട്ടതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അവിടുത്തെ അവസ്ഥത്തെ ഫോട്ടോ അയക്കാൻ പറ്റത്തില്ല. അത് ഫോൺ യൂസ് ചെയ്യുന്നത് ഒളിച്ചൊക്കെയാണ്. അപ്പോൾ ഇവർക്ക് എംബസിയിൽ നിന്ന് ഒരു പേപ്പർ, മോസ്കോ ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഒരു പേപ്പർ മാത്രം, ട്രാവൽ പേപ്പർ തന്നാൽ മാത്രം മതി ഇന്ത്യയിലോട്ട് പോകാൻ വേണ്ടി. എനിക്ക് എത്രയോ നേപ്പാളീസിന്
നേപ്പാളീസ് ഇങ്ങനെ കുടുങ്ങിക്കിടന്ന് അവർ ഡയറക്റ്റ് എംബസിയിൽ നിന്ന് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അവരുടെ എംബസിയൊക്കെ സഹായിക്കുന്നുണ്ട് നേപ്പാളീസിന്. അവരൊക്കെ ഇപ്പോഴും വീട്ടിൽ ഇരിക്കുന്നുണ്ട് നേപ്പാളീസ്, കുറേ നേപ്പാളീസ്. ബംഗ്ലാദേശിലുള്ള അവരൊക്കെ എംബസി ഇടപെട്ട് സൂപ്പറായിട്ട് പോയി. പക്ഷേ ഇന്ത്യൻ എംബസി ആണെന്ന് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. എംബസി വിചാരിച്ചാൽ എത്രയും പെട്ടെന്ന് നാട്ടിൽ കയറ്റാന്നേ ഉള്ളൂ. എന്താണെന്നറിയില്ല. നമുക്ക് അവർ പറയുന്ന കണക്ക് ഇതേപോലെ പ്രൂഫൊക്കെ കൊണ്ടുവരാൻ നമുക്ക് എന്തറിയാൻ പറ്റും. എനിക്ക് ഏകദേശം പരുക്ക് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ വെടിയേറ്റതിന് ശേഷം എനിക്ക് കേൾവിക്കുറവ് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിപ്പാണെങ്കിൽ 1 രൂപ ഇല്ല. ഇവിടുത്തെ വൈഫൈ യൂസ് ചെയ്താണ് കഴിഞ്ഞു പോകണം. എംബസി ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മലയാളിയാണ് വിളിച്ചിട്ടത്. പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ ഞാൻ ഇമെയിലിൽ കംപ്ലയിൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിലിങ്ങോട്ട് റിപ്ലൈ വന്നായിരുന്നു. അവർ പറഞ്ഞു, പക്ഷേ എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ലല്ലോ, അപ്പോൾ ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് പേപ്പർ, പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ഇംഗ്ലീഷ് പേപ്പർ, പിന്നെ 3 ഫോട്ടോ, ഇതൊക്കെ ഞാൻ എങ്ങനെ ഒപ്പിക്കാൻ ചേട്ടാ? എൻ്റെ 1 രൂപയാണ് കയ്യിലില്ല. ഞാൻ എങ്ങനെ ഒപ്പിക്കാൻ ഇതൊക്കെ? ഞാൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അപകടം നടന്നില്ലേ, ഇപ്പോൾ ഈ മോസ്കോയിൽ ടെററിസ്റ്റ്, അതിന് ഇത് വെച്ച് ഇവിടെ അത്രയും ചെക്കിങ്ങാണ്. ഞാൻ പുറത്തിറങ്ങിയാൽ ഉറപ്പായിട്ട് പോലീസ് പിടിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ എന്തൊരു ചെയ്യാൻ വേണ്ടി? ഇവർക്ക് കണക്കൊരു ട്രാവൽ പേപ്പർ എംബസിയിൽ നിന്ന് തന്നാൽ മാത്രം മതി. എനിക്ക് പാസ്പോർട്ട് ആവശ്യമില്ല. ഈ ട്രാവൽ പേപ്പർ, ഇവിടെ നിന്ന് ഇന്ത്യയിലോട്ട് പോകുന്ന ട്രാവൽ പേപ്പർ, അത് മാത്രം കിട്ടിയാൽ മതി. ഞാൻ അവിടുത്തെ എന്ന് വെച്ചാൽ അവിടുത്തെ ടിനുവിൻ്റെ അവസ്ഥ ഇപ്പം ടിനു വിളിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അവൻ്റെ കാര്യം അറിയില്ല. വിനീത് വിളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, വിളിക്കാൻ പറ്റത്തില്ല, മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻ ചേട്ടാ എന്ന് വെച്ചാൽ രണ്ടുപേരുടെ സിറ്റുവേഷൻ ഒട്ടും മോശമാണ്. ഞാൻ ഇവിടെ സിറ്റിയിലാണെങ്കിലും പറയാം. എന്ന് വെച്ചാൽ അവർ വേറെ ഏരിയയിൽ നിൽക്കുകയാണ്. അത് എപ്പോഴാണെങ്കിൽ എന്ത് നടക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും നടപടി എടുത്ത് ഇവരത് സേഫ് ആക്കണമല്ലോ ആദ്യം. എന്ന് വെച്ചാൽ ഇത്ര ആൾക്കാരെ അവർ സേഫായിട്ട് മാറ്റണം. ഈ വിനീതും ടിനുവില്ലാതെ വേറെ ഇന്ത്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇവർ രണ്ടുപേർ മാത്രമൊന്നുമല്ല. ഇപ്പോൾ മലയാളമായിട്ട് നമ്മൾ 3 പേരുകൾ, ഇപ്പോൾ വേറെ ആരൊക്കെ ഒരു പയ്യൻ ഉണ്ടെന്ന് പറയണം, അതാരെന്നറിയില്ല. അപ്പോൾ ഇവരെ സേഫായിട്ടൊരു സ്ഥലത്തോട്ട് മാറ്റിയിട്ട് നിങ്ങൾ നാട്ടിൽ എപ്പോഴാണ് കയറ്റി വിട്ടോ? ഈ യുദ്ധ സ്ഥലത്ത് നിന്ന് മാറ്റി നിങ്ങൾ ഇവരെല്ലാവരും മാറ്റി ഒരു സ്ഥലത്തോട്ട് മാറ്റി നിർത്തിയിട്ട്, സേഫായിട്ടൊരു സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ട് നാട്ടിൽ നിങ്ങൾ എപ്പോഴോ 1 മാസം 2 മാസം കഴിഞ്ഞ് നാട്ടിൽ കയറ്റി വിട്ടോ? സേഫ് ആക്കണമല്ലോ. ഇവർക്കിപ്പോൾ എന്നെ സഹായം ചെയ്യണമെങ്കിൽ ഇവർക്കൊരു എംബസി എനിക്കൊരു പേപ്പർ തന്നാൽ ഞാൻ ഇപ്പോൾ സേഫായിട്ടുണ്ട്. എനിക്ക് ആകെയുള്ളപ്പോൾ 12-11 ദിവസം. അതിനൊക്കെ എന്നെ വീണ്ടും കൊണ്ടുപോയാൽ ഇവരെന്തൊരു ചെയ്യും? വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ കെണിയിൽപ്പെട്ട് റഷ്യയിലെ യുദ്ധഭൂമിയിൽ അകപ്പെട്ട അഞ്ചുതെങ്ങ് സ്വദേശി പ്രിൻസിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ പ്രിൻസ് വ്യക്തമാക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് ട്രാവൽ പേപ്പർ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ താൻ വീണ്ടും യുദ്ധമുഖത്തേക്ക് പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. ടിനുവും വിനീതും ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന കാര്യം പ്രിൻസിന് വ്യക്തമല്ല. പക്ഷേ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തി യുദ്ധമുഖത്തു നിന്ന് അവരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ എംബസി തയ്യാറാകണമെന്നും പ്രിൻസ് അറിയിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനാണ്, മോസ്കോയിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനാണ് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവരെ അറിയിച്ചത്. പക്ഷേ അങ്ങനെ പരാതി നൽകാൻ പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. മാത്രമല്ല കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ല. ഈ ദുർസ്ഥിതിയിൽ ഇങ്ങനെയും പാസ്പോർട്ടും വിസയും കൈവശം വാങ്ങിക്കൊണ്ടുവന്ന് എംബസി ഏൽപ്പിക്കാൻ പറഞ്ഞാൽ ഒരു തരത്തിലും നടക്കുന്ന കാര്യമല്ല. അവർക്ക് ആകെയുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് ഈ ട്രാവൽ പേപ്പർ അനുവദിക്കുക എന്നത് മാത്രമാണ്. അങ്ങനെ ട്രാവൽ പേപ്പർ 10 ദിവസത്തിനകം അനുവദിച്ചില്ല എങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും താൻ യുദ്ധമുഖത്തേക്ക് തിരികെ പോകേണ്ട അവസ്ഥയാണ് ഉള്ളത് എന്നാണ് പ്രിൻസ് ന്യൂസ് 18നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വിദേശകാര്യ വകുപ്പ് അടക്കം ഇക്കാര്യത്തിൽ നിർണായകമായ ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന ഉറപ്പ് കുടുംബാംഗങ്ങൾക്ക് നൽകിയിരുന്നു. പക്ഷേ കൃത്യമായ ഇടപെടൽ നടത്തുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ അത് ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നാണ് പ്രിൻസിന്റെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. അഞ്ചുതെങ്ങ് എന്ന ഗ്രാമത്തിൽ നിന്ന് ആദ്യം പുറത്തു വന്ന ഈ വാർത്ത ഇപ്പോൾ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഈ തരത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട്. റഷ്യയിലേക്ക് തൊഴിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അവർക്ക് യുദ്ധമുഖത്ത് പോയി യുദ്ധം ചെയ്യേണ്ട ഗതികേടുണ്ടായിരിക്കുകയാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 കേരളം ഓരോ ദിവസവും ഇതേക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിൻസിന്റെ ശബ്ദ സന്ദേശമാണ് കേട്ടത്. പ്രിൻസിനൊപ്പം ഉണ്ടായിരുന്ന 2 പേർ ഇപ്പോഴും യുദ്ധമുഖത്താണ് ഉള്ളത്. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രിൻസിന് അറിയില്ല.
മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് നീലേശ്വരത്ത് പാർട്ടി ഗ്രാമത്തിൽ ഒരു കുടുംബത്തെ CPM ഊരുവിലക്കിയത്. ഇങ്ങനെയൊരു വാർത്ത വന്നതിന് ശേഷം ഇപ്പോൾ വിശദീകരണവുമായി CPM രംഗത്തെത്തിയിട്ടുണ്ട്. ഊരുവിലക്കിയിട്ടില്ല എന്നാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഇതേക്കുറിച്ചുള്ള വിശദീകരണം നൽകിയത്. കാസർഗോഡ് രാധയുടെയും കുടുംബത്തിന്റെയും വീട്ടിൽ അവിടെ തേങ്ങയിടാൻ വന്ന ആളുകളെ CPM അതിന് അനുവദിച്ചില്ല എന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അവർക്ക് തേങ്ങയിട്ട് അതിൻ്റെ ആദായം എടുക്കുവാൻ പോലും അവസരം നൽകുന്നില്ല, അതിൽ ഊരുവിലക്കുകയാണ് CPM എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത് ആ കുടുംബം പരാതിയായിട്ട് പോലീസിനും നൽകിയിട്ടുണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് DYSPക്ക് ഇതേക്കുറിച്ചുള്ള പരാതിയും നൽകിയിട്ടുണ്ടായിരുന്നു. തേങ്ങയിടുന്നത് പാർട്ടി അംഗങ്ങളടങ്ങുന്ന സംഘം തടയുന്നതിന്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. ആ ദൃശ്യങ്ങൾ കാണാം. ഇതോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ KV ബൈജു ഉണ്ട് കാസർഗോഡ് നിന്ന്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. ഇതുവരെ പോട്ട് നിനക്ക് അറിയാം എന്നെ തൊട്ടാണ്ടല്ലോ തൊട്ടാ ഈ പങ്ക് വഹിക്കുന്നു. മാറി 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 എന്റെ അടുത്ത് നീ നിൽക്കണം. മാറി ഒരു കാര്യം മനസ്സിലായോ? BBC വേൾഡ് ഇപ്പൊ കേസ് കൊടുക്കാം. ഇവിടെ പിണറായി വിജയനെ ഭരിക്കുന്നത് അത് ആവശ്യം. നിന്റെ പോലീസ് എനിക്കന്ന് പോലീസ് ഒരു തീർച്ചയായിട്ടും എന്റെ കാറ്റാ എന്റെ ഈ വീഡിയോ ദൃശ്യമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് നീലേശ്വരത്തിനടുത്താണ് ഈ സംഭവം നടന്നത്. CPMന്റെ ഊരുവിലക്കാണ് ഇതെന്ന് ആ കുടുംബം പരാതി നൽകിയിരുന്നു. വർഷങ്ങൾ നീണ്ട ഒരു തർക്കമാണ് എന്ന രീതിയിലും ഉള്ള വാർത്തകൾ വന്നിരുന്നു. അതിനിടയ്ക്കാണ് CPM വിശദീകരണം നൽകിയത്. ഇത് ഊരുവിലക്കല്ല, ഇവിടെ മറ്റു തൊഴിലാളികളെ കൊണ്ടുവന്ന് തേങ്ങ ഇടിക്കുന്നതിലുള്ള തർക്കമായിരുന്നു, അത് അനുവദിക്കാതിരുന്നതാണ് തങ്ങൾ എന്നാണ് CPMന്റെ വിശദീകരണം. ഇപ്പോൾ KV ബൈജു ചേരുകയാണ്. ബൈജു, ഈ രാധ എന്നയാളുടെ കുടുംബം ആണല്ലോ ഇങ്ങനെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ദൃശ്യത്തിൽ തേങ്ങയിടാൻ സമ്മതിക്കാതിരുന്നത് CPM ആളുകൾ തന്നെയാണല്ലോ. അവർ പറയുന്നുമുണ്ട് പിണറായി വിജയനാണ് ഇവിടെ ഭരിക്കുന്നത്, ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന്. എന്താണ് യഥാർത്ഥത്തിൽ ഈ തർക്കം? തീർച്ചയായും മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ CPIMന്റെ പാർട്ടി ഗ്രാമമായ നീലേശ്വരം പാലായിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ MK രാധ എന്ന് പറയുന്ന ഇവർക്ക് കഴിഞ്ഞ 8 വർഷമായി വലിയ തോതിലുള്ള ഊരുവിലക്ക് നേരിടുന്ന ഒരു സ്ത്രീയാണ്. ഇവരും ഇവരുടെ പേരക്കുട്ടിയും മകളും ആണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവർ പടന്നക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഇത്തരത്തിൽ തേങ്ങയിടാൻ ആൾക്കാരെ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇത് ചോദ്യം ചെയ്യുകയായിരുന്നു CPM പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ. മാത്രമല്ല, ഇതിൽ നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പിണറായിയാണ് നാട് ഭരിക്കുന്നതെന്ന് എനിക്കറിയില്ല, പോയി കേസ് കൊടുത്ത് എന്ന് ആക്രോശിക്കുകയും ഒപ്പം കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയും ഈ തെങ്ങുകയറ്റ തൊഴിലാളികളെ മർദ്ദിക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇവർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. എന്തായാലും കാഞ്ഞങ്ങാട് DYSPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ കേസ് ഇതുവരെ പോലീസ് എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം കയ്യൂർ സമര സേനാനി കണ്ണന്റെ കൊച്ചുമകൾ കൂടിയാണ് ഈ രാധ എന്ന് പറയുന്ന ഈ സ്ത്രീ. എന്തായാലും ഈ സംഭവം, ഈ വീഡിയോ വലിയ തോതിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നൽകുന്ന വിശദീകരണം, ഇവിടെ ഈ തേങ്ങയിടുവാൻ വേണ്ടി അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്നു, അതാണ് ഞങ്ങൾ തടഞ്ഞതെന്നാണ്.
പക്ഷേ അത് ശരിയല്ല എന്നല്ലേ ഈ ദൃശ്യങ്ങളും സൂചിപ്പിക്കുന്നു. ഇവർക്ക് നേരത്തെ തന്നെ ഊരുവിലക്കുള്ളതുമായിരുന്നുവല്ലോ. പിന്നെ ഒരു തർക്കവും അവിടെ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ഭൂമി തർക്കമോ എന്തോ അത്തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ടല്ലോ. തീർച്ചയായും പാലായി ഷട്ടർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഈ ഊരുവിലക്കുമായിലേക്ക് എത്തുന്നത്. ഇത് നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇവർക്കെതിരെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ CPM പറയുന്നത് ആ കേസ് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നു. അതിനുശേഷം വീണ്ടും ഇവർ ഒരു പ്രശ്നമുണ്ടാക്കാനാണ് ഇത്തരത്തിൽ ഒരു ദൃശ്യവുമായി പുറത്തു വന്നതെന്നാണ്. എന്നാൽ CPM പറയുന്ന വാദം പൊളിക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ ദൃശ്യത്തിൽ കൃത്യമായി ഉള്ളത്. CPM സജീവ പ്രവർത്തകരും മറ്റുമുണ്ട് ഈ ദൃശ്യങ്ങളിൽ. ഇവർ ഇത്തരത്തിൽ പിണറായിയാണ് നാട് ഭരിക്കുന്നറിയില് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു ന്യായവാദവുമായി ഇപ്പോൾ CPM രംഗത്ത് വന്നത്. ഏതായാലും കാഞ്ഞങ്ങാട് DYSPക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ ഇതുവരെ പോലീസ് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്നും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ലെന്നും ഈ കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു നിലവിൽ ഹോസ്ദുർഗ് പോലീസിലാണ് ഇവർ DYSPക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. നിലവിൽ പോലീസ് ഇതിൽ ഇപ്പോൾ കേസ് ഇതുവരെ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ പരാതി ഇപ്പോൾ ഹോസ്ദുർഗ് പോലീസിൽ നൽകിയിട്ടുണ്ട്. മഞ്ജുഷ്. ശരി, ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഈ വീഡിയോ ദൃശ്യം പ്രചരിച്ചതാണ്. ഇതിലാണ് ഇപ്പോൾ CPM വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഊരുവിലക്കല്ല എന്ന്. പക്ഷേ കഴിഞ്ഞ 8 വർഷമായി രാധയുടെ കുടുംബം ഊരുവിലക്ക് നേരിടുന്നുണ്ട്. നേരത്തെയും ഈ വാർത്ത പുറത്തു വന്നതാണ്. ഇങ്ങനെ ഊരുവിലക്കിൻ്റെ വാർത്ത പുറത്തു വന്നതാണ്. ഇപ്പോൾ തേങ്ങയിടുന്നതിന് പോലും അവർക്ക് അവകാശമില്ല എന്ന രീതിയിൽ ഈ ഊരുവിലക്ക് വന്നിരിക്കുകയാണ്. പിണറായിയാണ് ഭരിക്കുന്നത് എന്ന വെല്ലുവിളിയുമായിട്ടാണ് CPMന്റെ പ്രവർത്തകർ ഈ കുടുംബത്തിന് നേരെ ആക്രോശിച്ച് എത്തിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം തുടങ്ങാനിരിക്കെ വലിയ അട്ടിമറിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വൈസ് ചാൻസലർ ഇടപെട്ട് 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചു. ഇവർക്കെതിരെ ഗുരുതരമായ കുറ്റമില്ലെന്നും കേസിലെ പ്രതികളല്ല എന്നുമാണ് വൈസ് ചാൻസലർ ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ കേസ് അട്ടിമറിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം പറഞ്ഞിട്ടുണ്ട്. ഗവർണർക്ക് അവർ പരാതിയും നൽകി. സസ്പെൻഷൻ പിൻവലിച്ചത് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് ഗവർണർ. സിദ്ധാർത്ഥന്റെ പിതാവ് ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ ഗവർണർ ഇതിലിടപെട്ടിരിക്കുകയാണ്. VCക്കെതിരെ ശക്തമായ പ്രതിഷേധവും ഇതിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, VC നൽകുന്ന വിശദീകരണം മുഴുവൻ തള്ളിയിരിക്കുകയാണല്ലോ ഇപ്പോൾ ഗവർണർ. വലിയൊരു അട്ടിമറിയാണോ സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം നടക്കാനിരിക്കെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്ന്? അങ്ങനെ തന്നെ പറയേണ്ടി വരും മഞ്ജുഷ്. കാരണം 33 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ വൈസ് ചാൻസലർ റദ്ദാക്കി അവരെ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചത്. അവിടെ പ്രധാനമായിട്ട് ഉയർന്നു വന്ന ആക്ഷേപം ഈ 33 പേരെ സസ്പെൻഡ് ചെയ്ത് അവരെ തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായി ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് വരാതെ തന്നെയാണ് ഈ വിദ്യാർത്ഥികളെ തിരികെ എടുത്തത്. അതിന് വൈസ് ചാൻസലർ പറഞ്ഞ ന്യായം അവർ 1ാം വർഷ വിദ്യാർത്ഥികളാണ്. സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ഇവർക്ക് നേരിട്ട് പങ്കില്ല എന്നാണ്. പക്ഷേ അവിടെ ഉയരുന്ന ആക്ഷേപം ഇതിൽ ഈ 33 പേരിൽ ഒരാൾ ഒരു പാർട്ടി നേതാവിന്റെ മകനാണ്. അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയധികം ആളുകളെ ഒരുമിച്ച് സസ്പെൻഷൻ പിൻവലിച്ച് എടുക്കുന്ന തീരുമാനത്തിലേക്ക് വൈസ് ചാൻസലർ കടന്നത് എന്ന ആക്ഷേപമാണ് ഉയർന്നത്. അത് രാഷ്ട്രീയ വിവാദമായതിന് പിന്നാലെയാണ് അല്പസമയം മുമ്പ് ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ട് തീരുമാനം അറിയിച്ചിരിക്കുന്നത്. സസ്പെൻഷൻ നടപടി റദ്ദാക്കാനുള്ള തീരുമാനം ഗവർണർ മരവിപ്പിച്ചിരിക്കുകയാണ്. ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അമ്മാവനായ ഷിബു ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷിബു, ഇക്കാര്യത്തിൽ നിങ്ങൾ ഒരു അട്ടിമറി സംശയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സർ, തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ ആദ്യം മുതലേ വിചാരിക്കുന്നു ഈ പെട്ടെന്ന് തന്നെ നമ്മുടെ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയപ്പോഴും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ആയാലും BJP ആയാലും ഞങ്ങളോടൊപ്പം എല്ലാ ആളുകളും സംഘടനകളും എല്ലാവരും ചേർന്ന് നിന്ന് ശക്തമായി പ്രവർത്തിച്ചതും മീഡിയയും നമ്മളോടൊപ്പം ശക്തമായ മീഡിയ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അപ്പൊ അത് അവർക്ക് ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി എന്നുള്ള കണ്ടീഷനിൽ ഇവരെല്ലാം പ്പോൾ ഈ സമരം അടിച്ചൊതുക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പെട്ടെന്ന് CBI അന്വേഷണം അവർ പ്രഖ്യാപിച്ചതുപോലെ ആയി. അത്തരത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ച ഉടൻ തന്നെ
മറ്റുള്ള സമര പരിപാടികൾ അവസാനിക്കുന്നു, മീഡിയ സപ്പോർട്ടുകൾ കുറയുന്നു. അതായത് അവർക്കറിയാം അപ്പൊ രാഷ്ട്രീയപരമായിട്ട് അവരുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ പരിപാടികൾ കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി ഞങ്ങളെ ഒരു സമാധാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് മാത്രമാണ് ഈ CBI അന്വേഷണം അവർ പ്രഖ്യാപിച്ചത്. ഇപ്പോ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ VC ഇപ്പൊ എടുത്തിരിക്കുന്ന നടപടി ഇനിയും ഒരു തുടക്കം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇപ്പൊ 33 പേരുടെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഒരു തുടക്കം കുറിക്കുകയും ആരും പ്രതികരിക്കാതിരിക്കുകയാണെങ്കിൽ മുഴുവൻ ആളുകളെയും തിരിച്ചെടുക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് തോന്നുന്നു. ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 20 പേരുൾപ്പെടെ ഉള്ളവരെ VCയുടെ നേതൃത്വത്തിൽ വെള്ളപൂശുക, അവരാരും ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നും നല്ല ആളുകളാണെന്ന് വരുത്തി പോകാൻ VC ശ്രമിക്കുകയും ഇവരുടെ എല്ലാവരുടെയും സസ്പെൻഷൻ ക്യാൻസൽ ചെയ്ത് കുറ്റക്കാരല്ലാതാക്കുവാൻ വേണ്ടിയുള്ള റിപ്പോർട്ട് VC കൊടുക്കേണ്ട നടപടിയായിരിക്കും. അതിനുള്ള മുന്നോടിയായിട്ടുള്ള പ്രവർത്തനമാണ് ഇതെന്ന് നമുക്ക്. ഷിബു, നേരത്തെ ഈ വൈസ് ചാൻസലർ ഗവർണർ നിയമിച്ച ആ വൈസ് ചാൻസലർ ആണല്ലോ ഇത്, നേരത്തെ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നടപടി അത് നിങ്ങളെപ്പോലും ഞെട്ടിക്കുന്നതായി പോയില്ലേ? നേരത്തെ ഡീനിനെ സസ്പെൻഡ് ചെയ്ത അതേ വൈസ് ചാൻസലർ അല്ലേ ഇപ്പോഴുള്ളത്? തീർച്ചയായിട്ടും സർ, തീർച്ചയായിട്ടും. കാരണം ഇദ്ദേഹം ജോയിൻ ചെയ്യുന്നതിന്റെ തലേ ദിവസം ആദ്യം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടാണ് അദ്ദേഹം വീട്ടിൽ വന്ന് ഞങ്ങളെ കണ്ടതിന് ശേഷം മാത്രമാണ് ജോയിൻ ചെയ്തത്. അപ്പോഴേ ഞങ്ങൾക്ക് വന്നിട്ടാണ് പോയത്. നിയമമായ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അത്തരത്തിലാണ് അദ്ദേഹം പോയ ഉടനെ തന്നെ ഡീനിന്റെ ആൻസറുകൾ ശരിയല്ല, അതായത് വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്യുകയും മറ്റുള്ള നടപടികൾ സ്വീകരിച്ചുവെങ്കിലും അദ്ദേഹം ആ സമയത്ത് നിന്ന നിലപാടല്ല ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രഷർ വേറെ എവിടെന്നെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. ഇപ്പൊ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ നടപടി എന്തായാലും ഈ 33 പേരുടെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഒരു മുന്നോടിയാണ്. ഞങ്ങൾക്ക് എന്ത് സമ്മർദ്ദമായിരിക്കും അദ്ദേഹത്തിന് മേൽ ഉണ്ടായിരിക്കുക? ഇപ്പോൾ ഈ 33 പേരിൽ ഈ CPM-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾ ഉണ്ടോ? അത് മാത്രമല്ല, VC പറയുന്ന കാര്യം ഇവരെ 7 ദിവസത്തേക്കായിരുന്നു സസ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇതിനകം തന്നെ സസ്പെൻഷൻ കാലാവധി തീർന്നു എന്നാണ്. അത് ശരിയാണോ? ഈ VC പറയുന്ന ന്യായങ്ങൾ ശരിയാണോ? പിന്നെ പറയുന്നത് ഗുരുതരമായ കുറ്റത്തിൽ ഏർപ്പെട്ടിട്ടില്ല, നേരിട്ട് പങ്കാളിയല്ല എന്നൊക്കെ VC പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല സാർ, ഇല്ല. അദ്ദേഹം പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലെന്ന് അറിയില്ല. ഇദ്ദേഹത്തിന് ഈ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഈ കുട്ടികളുടെ എല്ലാവരുടെയും രക്ഷകർത്താക്കളൊക്കെ ഉന്നത അവരെല്ലാവരും രാഷ്ട്രീയ സ്വാധീനവും മറ്റുള്ള തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ ഉന്നതങ്ങളിൽ ബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ട് മാത്രമാണ് ഇവരെ എല്ലാവരും രക്ഷിക്കുന്നത്. അതുമല്ല, അധ്യാപകർ ആളുകളുടെ സ്വാധീനം ഇതിനകത്തുണ്ട്. ഈ അധ്യാപകരും കൂടെയാണ് ഇതിന് കൂട്ടു നിൽക്കുന്നത്. അവരെല്ലാവരും ചേർന്ന് ഈ കുട്ടികളെ എല്ലാം രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് VC സമ്മർദ്ദം കിട്ടുക. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പേര് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, SFI ആണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത്. അപ്പൊ SFIയിലുള്ള കുട്ടികളെ സംരക്ഷിക്കുക എന്നത് അവരുടെ ഒരു മോട്ടീവാണ്. അത് അവര് നടപ്പിലാക്കും ഏത് രീതിയിൽ വേണോ. അതിന്റെ മുന്നോടിയായിട്ട് അവര് പക്ഷേ ഗവർണർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഗവർണർ ആ സസ്പെൻഷൻ പിൻവലിച്ച നടപടി റദ്ദാക്കിയിട്ടുണ്ട്. ഷിബു, ഇപ്പോൾ റദ്ദാക്കി ഗവർണർ റദ്ദാക്കിയിട്ടുണ്ട്. VCയുടെ നടപടി തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഈ CBI അന്വേഷണത്തെ കുറിച്ച്. CBI അന്വേഷണം വെറുതെ പറഞ്ഞ ഒന്നായിട്ടാണോ കുടുംബം ഇപ്പോൾ കാണുന്നത്? ഒരു നടപടിയും അതേക്കുറിച്ച് തുടങ്ങിയിട്ടില്ല എന്ന്. അതെ സാർ, ഞാൻ CBI അന്വേഷണം വെറുതെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പോയ ആ നിമിഷം തന്നെ ഞങ്ങളാണ് ലിഫ്റ്റിൽ കയറി വെളിയിലിറങ്ങി സെക്രട്ടേറിയറ്റിന്റെ പുറത്തെത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങളെ പോലുള്ള മുഴുവൻ ചാനലുകളിലും ഫ്ലാഷ് ന്യൂസ് എഴുതി കാണിച്ചു CBI അന്വേഷണം പ്രഖ്യാപിച്ചുവെന്ന്. വീട്ടിൽ വന്ന് കയറുന്നതിന് മുന്നേ തന്നെ ഗസറ്റ് വിജ്ഞാപനവും വന്നു. അത്ര ഫാസ്റ്റായിട്ട് വെറും 15 മിനിറ്റിനകത്ത് നടന്ന ഈ പ്രോസസ്സിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഇന്ന് എത്ര ദിവസം, 9-ാം തീയതി ഇതുപോലുള്ള ഡിഫറൻസ് നോക്കണം സാർ, എത്ര ദിവസം ആയെന്ന്. ഇന്ന് വരെ ഒരു ഫയലിന്റെ ഒരു നീക്കം, ഒരു ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ഡൽഹിയിൽ ഹോം മിനിസ്ട്രിക്ക് അയച്ചു കൊടുക്കേണ്ട നടപടി ഇന്ന് വരെയും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് മനഃപൂർവ്വം അന്ന് നമ്മളെ സമര പരിപാടികൾ നിർത്തിവെക്കുന്നതിലേക്ക് വേണ്ടി നടത്തിയ ഒരു നാടകമായിട്ട് കാണാൻ പറ്റുള്ളൂ. എന്നാൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് അതേ സ്പീഡ് എന്തുകൊണ്ട് ഈ ഫയൽ നീക്കുന്നതിലും അവർ കാണിച്ചില്ല? ഈ ഫയല് കൃത്യമായി ഹോം മിനിസ്ട്രിയിൽ എത്തിയാലല്ലേ CBI വന്നിട്ട് അന്വേഷണം നടത്തുള്ളൂ. ഇല്ല എങ്കിൽ CBI ഇതിന് ഫയല് ഹോം പോയി ട്രിവാൻഡ്രത്ത് വന്ന് ഇങ്ങനെ കറങ്ങി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എത്ര മാസമാവും? അപ്പൊ അവർ നടക്കും. ഇപ്പോഴേ തെളിവെല്ലാം നശിപ്പിച്ചു, മുഴുവൻ തെളിവുകളും അപ്പൊ നശിച്ചു തീരും. അപ്പം ഈ കുട്ടികളെ എല്ലാവരും അവർക്ക് ഈ കുറ്റവാളികളെ, കൊലപാതകളെ എല്ലാം രക്ഷപ്പെടുത്താൻ കഴിയും. SFI നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ രക്ഷപ്പെടുത്താൻ കഴിയും.
ഞങ്ങൾ നേരത്തെ കണ്ടതല്ലേ സാറ്, SFIയിലെ യൂണിറ്റ് സെക്രട്ടറി അരുണിന്റെ റൂമിൽ ചെന്ന് 8 മാസത്തോളം ഒപ്പിടണമെന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പ്രതി ചെയ്യുന്ന രീതിയല്ലേ കാണിച്ചിരിക്കുന്നത്. അപ്പൊ SFI യൂണിറ്റിനെ സംരക്ഷിക്കുക എന്നത് ഗവൺമെന്റിന്റെ അജണ്ടയാണല്ലോ. അപ്പൊ ഗവൺമെന്റ് അത്തരത്തിലുള്ള നടപടികൾക്ക് വേണ്ടി ഇതിനെ പൂഴ്ത്തി അല്ലെങ്കിൽ കാലതാമസം വരുത്തുന്നതെന്ന് ഞങ്ങൾക്കിപ്പോ പറയാൻ കഴിയുള്ളൂ. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ, ഒരു വീട്ടുകാരുടെ കാഴ്ചപ്പാടിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അത് ഞങ്ങൾക്ക് ഇങ്ങനെ അറിയാവുള്ളൂ. അപ്പൊ അവരിപ്പോ ചിലപ്പോൾ ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവര് ഞങ്ങളെ ധരിപ്പിച്ചിട്ടില്ല ഇതാണ് ഇന്ന കാരണമാണെന്ന്. അല്ല, അത് നേരത്തെ സിദ്ധാർത്ഥന്റെ പിതാവ് തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടപ്പോഴാണല്ലോ ഈ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വീണ്ടും മുഖ്യമന്ത്രിയെ സമീപിച്ചുകൂടെ നിങ്ങൾക്ക്? അങ്ങനെ നിങ്ങൾ നോക്കുന്നുണ്ടോ? അങ്ങനെ അതെ സാർ, ഞങ്ങൾ ഇതില് ഇനി കാലതാമസം നീണ്ടു പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതേ ഉള്ളൂ. ഒന്നുകിൽ മുഖ്യമന്ത്രിയെ കാണുക, എന്ത് നടന്നില്ല എങ്കിൽ സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയും പോലെ അദ്ദേഹം ഒരു സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവേണ്ടതായിട്ട് വരും മുഖ്യമന്ത്രിയുടെ അടുത്തോട്ട്. അല്ലാതെ വേറെ ഒരു ഇതും നമുക്കിപ്പം തോന്നുന്നില്ല. CBI അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്ക് എന്തും സഹിച്ച് നമ്മൾ പോരാടും. ശരി ഷിബു, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ഗുരുതരമായ കാര്യം തന്നെയാണ് ഷിബു പറഞ്ഞത്. ഇങ്ങനെയുള്ള സംശയം കുടുംബത്തിനുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ടത്. വൈസ് ചാൻസലർ തന്നെ ഇടപെട്ട് 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചു. എന്തായാലും ഗവർണർ വൈസ് ചാൻസലറുടെ തീരുമാനം റദ്ദാക്കിയിട്ടുണ്ട്. അങ്ങനെ സസ്പെൻഷൻ പിൻവലിക്കാൻ പറ്റില്ല എന്ന് ഗവർണർ വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാൻ ചേരുകയാണ്. ഡാൻ, ഇപ്പോൾ ഷിബു പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അതിൽ CBI അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങൾ ഉള്ളതാണ്, ശരിയാണ്. പക്ഷേ കുടുംബം സംശയിക്കുന്നു CBI അന്വേഷണം വെറും വാക്കാണോ എന്ന്. അതിലും കാര്യമുണ്ടല്ലോ. സ്വാഭാവികമായി അത്തരമൊരു ഒത്തുകളി അത് തന്നെയാണ് കുടുംബം മുമ്പോട്ട് വെക്കുന്നത്. ആ സംശയത്തിന് ബലം പകരുന്ന തരത്തിലുള്ളൊരു നടപടിയാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് തന്നെയാണ് ഏറെ വിവാദമായി മാറിയതും ഏറ്റവും ഒടുവിൽ ചാൻസലർ കൂടിയായ ഗവർണർ ആ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നതും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIക്ക് കൈമാറണമെന്ന ആവശ്യം കുടുംബമടക്കം മുമ്പോട്ട് വെച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായേക്കുമെന്ന തരത്തിലുള്ള വിലയിരുത്തലായിരുന്നു. അത് കൃത്യമാണ് എന്ന് വരുന്ന തരത്തിലേക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ കൂടി പൊതുവിലേക്ക് ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായി ആ ആവശ്യം ന്യായമായ ആവശ്യമായിരുന്നു എന്ന തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉയരും. എന്തായാലും ഈ CBI ഈ കേസിന്റെ അന്വേഷണം വൈകാതെ തന്നെ ഏറ്റെടുത്തേക്കും എന്നാണ് സൂചന. അങ്ങനെ ഏറ്റെടുക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കേസിന്റെ പ്രധാനപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഉദ്യോഗസ്ഥർ ഈ പൂക്കോട് സർവകലാശാലയിലെത്തി വിദ്യാർത്ഥികളിൽ നിന്നടക്കം കാര്യങ്ങൾ ചോദിച്ചറിയണം എന്നതടക്കമുള്ള ആവശ്യങ്ങളും ഈ കുടുംബാംഗങ്ങൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ, അതായത് ഗവർണർ ഈ നടപടി എടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ സസ്പെൻഷൻ നടപടി പിൻവലിക്കുന്ന ഒരു പശ്ചാത്തലം അത് ഉണ്ടായാൽ, അതുമായി തുടർ നടപടികളുമായി ഈ VC മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വലിയ തരത്തിലുള്ള ഒരു വിവാദങ്ങളിലേക്ക് അത് വഴിമാറുന്ന സാഹചര്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നു. മഞ്ജു, ശരി ഡാൻ, എന്തായാലും ഗവർണർ ഇക്കാര്യത്തിൽ ഇടപെട്ടു. അത് ആശ്വാസകരമാണ്. വൈസ് ചാൻസലറുടെ നടപടി വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത് റദ്ദാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുവാൻ വൈസ് ചാൻസലർ എടുത്ത തീരുമാനം ഗവർണർ റദ്ദാക്കിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷനിൽ തുടരേണ്ടി വരും. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അമർന്നു കഴിഞ്ഞു. കേരളത്തിൽ BJP എല്ലാ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇന്നലെയോടുകൂടി രാഹുൽ ഗാന്ധിക്കെതിരെ K. സുരേന്ദ്രൻ കൂടി വന്നതോടെ വയനാട്ടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇനി ഊർജിതമാക്കും. ഇനി രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ തളച്ചിടുവാനുള്ള തന്ത്രപരമായ നീക്കത്തിലാണ് BJP. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് K. സുരേന്ദ്രനെ വയനാട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് കിട്ടുന്ന വിവരം. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരാം. പകൽ വാർത്ത ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പകൽ വാർത്തയിൽ ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കാം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. BJP അഞ്ചാമത്തെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ സീറ്റ് കിട്ടാതിരുന്നവരെ കുറിച്ചാണ് ചർച്ചകൾ സജീവം. കേന്ദ്രമന്ത്രി അശ്വിനി കുമാർ ചൌബെ സീറ്റ് കിട്ടാത്തവരിൽ ഉൾപ്പെടുന്നുണ്ട്. പിലിഭിത്ത് MP വരുൺ ഗാന്ധിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. ഉത്തര കന്നഡ MP അനന്ത് കുമാർ ഹെഗ്ഡെയും സീറ്റ് കിട്ടാത്തവരിൽ ഉൾപ്പെടുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതോടെ വരുൺ ഗാന്ധിയുടെ അടുത്ത നീക്കം ഉറ്റുനോക്കുകയാണ് ദേശീയ രാഷ്ട്രീയം. പിലിഭിത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ട്. പക്ഷേ വരുൺ ഗാന്ധി ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മത്സരിക്കാൻ ഇല്ലെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ VK സിംഗിനെ ഒഴിവാക്കി അതുൽ ഗാർഗിനെ ഗാസിയാബാദിലെ സ്ഥാനാർത്ഥിയായി BJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഹിമാചലിലെ മണ്ഡിയിൽ മത്സരിക്കുന്ന കങ്കണ റണാവത്ത്, പശ്ചിമബംഗാളിലെ താംലൂക്കിൽ ജനവിധി തേടുന്ന
കൊൽക്കത്ത ഹൈക്കോടതി മുൻ ജഡ്ജ് അഭിജിത്ത് ഗംഗോപാധ്യായ എന്നിവരാണ് പട്ടികയിലെ പുതുമുഖങ്ങൾ. പാർട്ടിയിൽ മടങ്ങിയെത്തിയ ജഗദീഷ് ഷെട്ടറാണ് ബെൽഗാവിയിൽ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. കേരളത്തിൽ 4 മണ്ഡലങ്ങളാണ് ബാക്കിയുണ്ടായിരുന്നത് ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ. അത് ഇന്നലെ പൂർത്തിയായി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നേരിടാനായി കെ സുരേന്ദ്രൻ എത്തി. സംസ്ഥാനത്തെ മത്സരചിത്രം ഇതോടെ പൂർണ്ണമായിരിക്കുകയാണ്. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ബാക്കിയുള്ളത് 32 ദിവസങ്ങളാണ്. ഏറ്റവും ആവേശകരമായ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം കടന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ വി അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, 4 മണ്ഡലങ്ങളിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികൾ എവിടെ എന്നുള്ള ചോദ്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ 4 പേരും വന്നതോടുകൂടി മത്സരചിത്രത്തിൽ എന്ത് മാറ്റം വന്നിട്ടുണ്ട്? വയനാട്ടിൽ ഈ രാഹുൽ ഗാന്ധിയെ അവിടെ തളച്ചിടുന്നതിന് വേണ്ടിയാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനെ തന്നെ മത്സരിപ്പിക്കുന്നത് എന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ട്. ഇതെത്രമാത്രം ശരിയാണെന്ന് നമുക്ക് വിലയിരുത്താം? ബി.ജെ.പിയുടെ അവകാശവാദം അങ്ങനെ തന്നെയാണ്. കാരണം ബി.ജെ.പിക്ക് സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ നേതാവ് സ്വാഭാവികമായി അവരുടെ സംസ്ഥാന അധ്യക്ഷനാകും. അത്തരം ഒരാളെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ബി.ജെ.പി അവിടെ കളത്തിലിറക്കിയിരിക്കുന്നു. പക്ഷേ എത്രത്തോളം അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യും? രാഹുൽ ഗാന്ധിയെ നേരിടാൻ തക്ക കരുത്തനാണോ? വയനാട് പോലൊരു മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ ചോദ്യമൊക്കെ പ്രസക്തമാണ്. ഏതായാലും കെ സുരേന്ദ്രനത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, അദ്ദേഹം മാത്രമല്ല ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷന്മാർ പൊതുവെ മത്സരിക്കില്ല എന്നൊരു ധാരണയുണ്ടായിരുന്നു. അത് മറികടന്നുകൊണ്ടാണ് അവസാന നിമിഷം കെ സുരേന്ദ്രൻ എന്ന പേരിലേക്ക് എത്തിയത്. ഒരുപക്ഷെ അദ്ദേഹത്തിനും അതൊരു അപ്രതീക്ഷിത നീക്കമായിരുന്നു. അതുപോലെ തന്നെയാണ് കൊല്ലത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വവും. രണ്ടുപേരും മത്സരിക്കാൻ ഇത്തവണ ഇല്ല എന്ന് നേതൃത്വം അറിയിച്ചതും അങ്ങനെ ഒരു ധാരണയുമായി മുന്നോട്ട് പോയവരായിരുന്നു. രണ്ടുപേരെയും മത്സരരംഗത്ത് ഇറക്കുന്നു. ഏതായാലും ബി.ജെ.പിയുടെ 4 സ്ഥാനാർത്ഥി കൂടി വന്നതോടുകൂടി സംസ്ഥാനത്തെ മത്സരചിത്രം പൂർണ്ണമാവുകയാണ്. എല്ലായിടത്തും പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ആയിക്കഴിഞ്ഞു. ഇനി നേരിട്ട് മത്സരരംഗത്തേക്ക് ഒരുപക്ഷെ കെ സുരേന്ദ്രനും അതുപോലെ ഇന്നലെ പ്രഖ്യാപിച്ച മറ്റ് സ്ഥാനാർത്ഥികൾക്കുമൊക്കെ മത്സരരംഗത്തേക്ക് കളം പിടിക്കാൻ കുറച്ച് സമയം വേണ്ടിവരുമെന്നുള്ളത് വസ്തുതയാണ്. ബി.ജെ.പി എന്താണ് അവരുടെ തന്ത്രം? അതായത് ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ പ്രചരണം മുഴുവൻ നയിക്കേണ്ട ആൾ എന്ന നിലയിലാണ് സംസ്ഥാന അധ്യക്ഷൻ നിൽക്കേണ്ടത്. അദ്ദേഹത്തെ ഒരു മണ്ഡലത്തിൽ മാത്രമായി കേന്ദ്രീകരിക്കുമ്പോൾ എങ്ങനെയാണ് സംഘടന പ്രവർത്തിക്കുന്ന കാര്യമൊക്കെ നേതൃത്വം പിന്നീട് വ്യക്തമാക്കേണ്ടത്. ഏതായാലും മത്സരരംഗത്തെ സ്ഥാനാർത്ഥികൾ മുഴുവൻ അണിനിരന്നു കഴിഞ്ഞു. ഇനി അടുത്ത മത്സരത്തിലേക്ക് സംസ്ഥാനം പോകും. ബി.ജെ.പി നേതൃത്വം അവകാശപ്പെടും പോലെയും അല്ലെങ്കിൽ ഒരു വസ്തുതാപരമായി കൂടി നോക്കുമ്പോൾ പലയിടത്തും ഇത്തവണ ത്രികോണ മത്സരം ഉണ്ടാകും. നേരത്തെയൊക്കെ തിരുവനന്തപുരമാണ് അത്തരം ത്രികോണ മത്സരം ബി.ജെ.പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി കാഴ്ചവെക്കുന്നെങ്കിൽ ഇത്തവണ അതിൻ്റെ എണ്ണം സ്വാഭാവികമായും ഉയരുമെന്ന് ഉറപ്പാണ്. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും തൃശ്ശൂരും ഇപ്പോൾ വയനാട് സംസ്ഥാന അധ്യക്ഷയുടെ വയനാടും ഒക്കെ ആ രീതിയിലൊരു ശക്തമായ ത്രികോണ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. ഒന്നിലധികം മണ്ഡലങ്ങളിൽ ബി.ജെ.പി വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു. തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലുമൊക്കെ ബി.ജെ.പി വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അതുപോലെ തൃശ്ശൂർ ബി.ജെ.പി വിജയിക്കുമെന്നവർ ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ സംസ്ഥാനം അക്ഷരാർത്ഥത്തിൽ ഒരു ത്രികോണ പോരാട്ടമായി ഒരു ഡസൻ മണ്ഡലങ്ങളെങ്കിലും മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇടത് വലത് മുന്നണികൾ നേരത്തെ തന്നെ പ്രചരണരംഗത്ത് സജീവമാണ്. ബി.ജെ.പിയും ഇന്നലെ പ്രഖ്യാപിച്ച ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ അവരുടെ ശക്തമായ സാന്നിധ്യം ഇതിനകം അറിയിച്ചിട്ടുമുണ്ട്. ശരി അരുൺ, എന്തായാലും പ്രമുഖരായ നേതാക്കളും സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിലേക്ക് എത്തുകയാണ്. ഈ മാസം അവസാനത്തോടു കൂടി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തും. പിണറായി വിജയന്റെ മണ്ഡല പര്യടനം ഈ മാസം 30-നാണ് തുടങ്ങുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയുടെ പര്യടനം ഉണ്ടായിരിക്കുന്നതാണ്. രാഹുൽ ഗാന്ധി 1-ാം തീയതി വയനാട്ടിൽ എത്തും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. റോഡ് ഷോയും ഉണ്ടായിരിക്കും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ. കെ.പി.സി.സിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ ആദ്യ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട്. പ്രചാരണ സമിതി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കെ.പി.സി.സി ആക്ടിംഗ് പ്രസിഡന്റ് എം ഹസൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും തുടർ പ്രചാരണ പരിപാടികളും യോഗം ചർച്ച ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, രമേശ് ചെന്നിത്തല ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ യോഗമാണല്ലോ ഇത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണം കുറവാണ് എന്നുള്ള ഒരു പ്രശ്നം കോൺഗ്രസിനുണ്ടല്ലോ. അതുകൂടി പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യമാണല്ലോ ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസിനുണ്ടായിരിക്കുന്നത്. മഞ്ജുഷ്, ഇത്രയധികം ദിവസങ്ങൾ പ്രചാരണത്തിന് വേണ്ടി വരുമെന്ന് ആരും കരുതിയിരുന്നില്ല. കാരണം ഏപ്രിൽ 2-ാം വാരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന തരത്തിലുള്ള സൂചനകളായിരുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായിരുന്നു ആദ്യം സംഘടിപ്പിച്ചത്. പക്ഷേ പിന്നീട് 10 ദിവസം കൂടി അധികമായി ലഭിക്കുന്ന തരത്തിലാണ് ഏപ്രിൽ 26-ന് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതാണ്ട് 40 ദിവസത്തോളം പ്രചാരണത്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് തന്നെയാണ് ഈ സാമ്പത്തികമായി വലിയ തരത്തിലുള്ളൊരു പണം കണ്ടെത്തേണ്ട സാഹചര്യത്തിലേക്ക് എല്ലാ സ്ഥാനാർത്ഥികളെ നയിച്ചേക്കുന്നത്. അതിന് കൃത്യമായി എങ്ങനെ ആ പണം കണ്ടെത്താനാകുമെന്ന കാര്യം
കാര്യമടക്കം വിശദമായി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ യോഗം ചർച്ച ചെയ്യും. അതോടൊപ്പം ഈ ദേശീയ വിഷയങ്ങൾക്ക് ഒപ്പം തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട്. പ്രചാരണ രംഗത്ത് കോൺഗ്രസ് ഉയർത്തിക്കാണിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഇടത് കേന്ദ്രങ്ങൾ ഈ പൗരത്വ ഭേദഗതി നിയമം കൃത്യമായി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ചർച്ചയാക്കി മാറ്റിയിരിക്കുന്നു എന്ന പൊതുവിലയിരുത്തൽ ഈ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലടക്കം ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്ന തരത്തിലുള്ള പ്രചാരണ പരിപാടികളായിരിക്കണം സംസ്ഥാനത്തെ മുഴുവൻ പാർട്ടി നടത്തേണ്ടത് എന്ന പൊതുവിലയിരുത്തലുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന തരത്തിലേക്ക് കൂടി ഇന്നത്തെ യോഗം മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിക്കൊപ്പം ആക്ടിംഗ് KPCC അധ്യക്ഷൻ MM ഹസൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. മഞ്ജുഷ്. ശരി ഡാൻ. പ്രചാരണ സമിതി യോഗമാണ് KPCCയുടേത് തിരുവനന്തപുരത്ത് ചേരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശത്തിലേക്ക് കടക്കുമ്പോഴാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലിയിൽ കോൺഗ്രസിനും RSSനുമെതിരെ മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. RSSന്റെ അജണ്ടയ്ക്ക് അനുസരിച്ച് മുസ്ലിങ്ങളുടെ പൗരാവകാശം എടുത്തു കളയാൻ നീക്കങ്ങൾ നടക്കുകയാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. കോൺഗ്രസ് ഈ പോരാട്ടങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ലെന്നും വിശ്വാസത്തിലെടുക്കാൻ കഴിയുക ഇടതുപക്ഷത്തെ മാത്രമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഭരണഘടന അംഗീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ ഭരണഘടനയ്ക്കെതിരെ നിലപാടെടുത്ത് ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ ഒരു കൂട്ടര് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അത് RSS ആയിരുന്നു. ഇപ്പോൾ RSSന്റെ നേതൃത്വം അംഗീകരിച്ച BJPയാണ് കേന്ദ്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ RSSന്റെ അജണ്ട ഓരോന്നോരോന്നായി ആ ഗവൺമെൻറ് നടപ്പാക്കുകയാണ്. RSSന്റെ അജണ്ട നേരത്തെ തീരുമാനിച്ചു വെച്ചതാണ്. ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന ഒന്നല്ല. അവർ ജന്മം കൊണ്ട നാൾ മുതൽ തന്നെ നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അവർ സാധാരണ പറയാറ് ആർഷഭാരതത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നാണ്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. കോതമംഗലത്ത് തെരുവ് നായയുടെ ആക്രമണം. 8 പേർക്കാണ് നായയുടെ കടിയേറ്റത്. 4 പേർ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഞാൻ 2 വീലർ നിർത്തി ഇറങ്ങുമ്പോൾ തന്നെ പട്ടി പുറകെ നിന്ന് വിളിച്ച് വെക്കുകയാണ്. എന്നതാ കടിക്കുന്നതെന്ന് കണ്ടില്ല. ഇത് നോക്കിയപ്പോഴാണ് പട്ടിയെ നോക്കിയാൽ തുണിയും വിൽക്കുന്നത് എൻ്റെ ഫ്രണ്ടിൽ വെച്ചത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു പെണ്ണ് ചുരിദാറിട്ടൊരു പെണ്ണ് അത് വീണുണ്ട്. അപ്പോൾ പട്ടി തട്ടി വീണാന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ നോക്കിയിട്ട് ജോലിയല്ല, പട്ടി പുറയുന്നു വെച്ച് തറ പറയാൻ 3-4 കടിയൊന്നും എടുക്കും. 3-5 കടി കടിക്കും. ഞാൻ പട്ടി കടിക്കുന്നതെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ആൾക്കാരങ്ങ് അമ്പലത്തിൽ പോയി. അപ്പോഴത്തേക്കും പിന്നെ എന്നാ പറയാ, പിന്നെ കരച്ചിൽ തുടങ്ങി. ഞാൻ ചോറ് നന്നായിട്ട് അത് ഡെസോളിസിലേക്ക് പോയി. വിഷം നന്നായിട്ട് പോകുന്നുണ്ട്. എൻ്റെ കാരണം മുമ്പിൽ പച്ചക്കറി അടിക്കാൻ വന്ന പച്ചക്കറി അടിക്കുമ്പോൾ പച്ചക്കറി അടിച്ച് വണ്ടി വെച്ചിട്ട് വണ്ടി കയറിയപ്പോൾ തന്നെ കുറേ കാലം പിടിച്ച് വലിച്ചു. ഞാൻ കുറച്ച് കളിച്ച് പോവുകയും ചെയ്തു. അത് ബ്ലഡ് വന്നു. അപ്പോൾ ഓടിപ്പോയേക്ക് 4-5 പേരെ കടിച്ചാൽ പോവുകയും ചെയ്തു. പട്ടികൾ കോഴിപ്പള്ളി ഭാഗത്തേക്ക് നല്ല ഭാഗത്തേക്ക് സംഭവിച്ചു. കോതമംഗലത്താണ് ഈ സംഭവം. 8 പേർക്കാണ് തെരുവുനായയുടെ കടിയിൽ പരുക്കേറ്റത്. തൃശൂർ ചേലക്കരയിൽ വീണ്ടും കാട്ടാനിറങ്ങി. ഇന്ന് പുലർച്ചെയാണ് തോന്നൂർക്കരയിലെ ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങിയത്. പ്ലാങ്കുഴി ഷൈനിന്റെ വീടിനോട് ചേർന്നുള്ള പറമ്പിലെ 25ലധികം വാഴകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. സമീപ പ്രദേശത്തെ കമ്പിവേലി നശിപ്പിച്ച ആന പ്ലാവിൽ നിന്ന് ചക്ക കഴിച്ചാണ് മടങ്ങിയത്. 1-ൽ കൂടുതൽ ആനകളുണ്ടെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഒരു വലിയൊരു ആനയും പിന്നെ കുട്ടികൾ രണ്ടെണ്ണം ഉണ്ടായി. 2 അങ്ങനെ കണ്ടത്. എന്തൊക്കെയാ നശിപ്പിച്ചത്? വാഴ, ഒരു പൂവൻ വാഴ ഒരു 15 കൊലച്ച് മൂക്കാതായി തുടങ്ങിയ വാഴയായിരുന്നു. പിന്നെ അത് കൂടാതെ അതിൻ്റെ തൈവാഴകളുണ്ട്. പിന്നെ കുറച്ച് ചേമ്പ് ഉണ്ടായിരുന്നു. ചേമ്പ് സാധനങ്ങളൊക്കെ നശിപ്പിച്ചു. വേലിയൊക്കെ പൊളിച്ചിട്ടാണ് പോയത്. തൊട്ടപ്പുറത്തെ സ്ഥലത്തിൻ്റെ വേലി പൊളിച്ചിട്ടുണ്ട്. പിന്നെ പ്ലാവിൻ്റെ ചക്ക വലിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ
തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ മംഗല്യ മഹോത്സവം നടന്നു. വിവിധ ആദിവാസി ഊരുകളിൽ നിന്നുമായി തെരഞ്ഞെടുത്ത 216 യുവതീ യുവാക്കൾക്കാണ് ഇന്ന് മാംഗല്യഭാഗ്യം ഉണ്ടായത്. ഓം ശക്തി ചാരിറ്റബിൾ ട്രസ്റ്റും ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും സംയുക്തമായാണ് വനമക്കൾക്ക് മാംഗല്യമൊരുക്കിയത്. 12 മണിയോടുകൂടി പൗർണമിക്കാവ് ക്ഷേത്ര സന്നിധിയിലായിരുന്നു ചടങ്ങുകൾ. അട്ടപ്പാടി, കൂമൻകൊല്ലി, സത്യമംഗലം, കുമളി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 216 വധൂവരന്മാരാണ് ഇന്ന് വിവാഹിതരായത്. മാതൃകയാണ് ഈ രാജ്യത്തിന്റെ ആ സേതു ഹിമാചലം. ഇതിന്റെ ആത്മീയ അലയൊലികൾ അവിടെ എത്തിപ്പെടട്ടെ എന്ന് പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ആശീർവദിക്കാനായി എത്തിച്ചേർന്ന സ്വാമി ക്ഷേത്രത്തിലെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6095, പവന് 48,760. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5100, പവന് 40,800. വെള്ളി ഗ്രാമിന് 79, കിലോയ്ക്ക് 79,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ് ചേരും.